ദിഹാങ്ക ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 മിനിറ്റിൽ ഒരു വെണ്ടയ്ക്ക ഉപ്പേരിയും മോര് അരച്ചു കലക്കിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരച്ചു കലക്കിക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകകൾ 4 വറ്റൽമുളക്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 2 നുള്ള് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു ചെറിയ കഷ്ണം പുളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മൾ ഒരു മിക്സി ജാറിലേക്ക് ഇടാം. അതിലേക്ക് നമ്മൾ 2 പിടി തേങ്ങ, അതായത് നമ്മൾ എത്രത്തോളം തൈരാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. ഇത് മുഴുവൻ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് നമ്മൾ തൈര് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഏകദേശം 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കട്ട തൈരാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിലേക്ക് ഈ തേങ്ങാക്കൂട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയോണ്ട് കുറച്ച് പുളി കൂടുതലുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു മീഡിയം ലെവലിലുള്ള പുളിയാണ് ഈ തൈര് എടുക്കുന്ന തൈരിനുള്ളതെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം നമ്മൾ അതിനകത്തേക്ക് ശർക്കരയും ഉപ്പും പുളിയും എല്ലാം കൂടെ വേറെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇത് താളിച്ചിടാം. ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക, 1/2 ടീസ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇവയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അരച്ച് കലക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ മോര് അരച്ച് കലക്കി റെഡി ആയിട്ടുണ്ട്. ഇത് താളിച്ചിടാതെയും നമുക്ക് കഴിക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ അവർ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണിത്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 10 മിനിറ്റിൽ തന്നെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ കളഞ്ഞിട്ട് അടിപൊളി ഒരു മെഴുക്കുപുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്. അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സബോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ 1/2 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ ഇത്തിരി കട്ടിയിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റുക. നമ്മുടെ തീയ് മീഡിയം ലെവലിലാക്കിയിട്ട് നമ്മൾ ഇനി അതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ടാണ്, അടച്ചൊന്നും വയ്ക്കുന്നില്ല. ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ വഴുവഴുപ്പ് കളയാണ്. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് അങ്ങ് മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിന്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വഴുവഴുപ്പ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിൽ തന്നെ നമ്മളുടെ വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു 10 മിനിറ്റിൽ നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കിയത്. വെണ്ടയ്ക്കാണെങ്കിൽ അരിയാനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പേരിയാണിത്. അതാ കണ്ടോ, നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ട് ചെറുതായി വന്നിട്ടുണ്ട്, ഒട്ടും വഴുവഴുപ്പും വന്നിട്ടില്ല. അതേസമയം ഇതിനകത്ത് അധികം എരിവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഈ മെഴുക്ക് പുരട്ടി എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.